ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻ എന്ന പാർട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് അതിന്റെ ഭരണഘടന റിട്ടൺ ആണെന്ന് പറഞ്ഞു, അംബേദ്കറെ പറ്റി ഡിസ്കസ് ചെയ്തു അല്ലെ. അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടനാ ശില്പി എന്ന് പറഞ്ഞു. നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ നമ്മൾ ഇനി പറയുന്നത്, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ വേറൊരു പാർട്ടാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് മേക്കിംഗ്, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒരു ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കി, മേക്ക് ചെയ്യുന്നത് ഉണ്ടാക്കല്ല, നമുക്ക് അതെങ്ങനെ കിട്ടി, അതെങ്ങനെ ഉണ്ടാക്കി. നെഹ്റു റിപ്പോർട്ട്, എന്താണ് നെഹ്റു റിപ്പോർട്ട്? കറാച്ചി റെസൊല്യൂഷൻ ആൻഡ് സപ്രോ റിപ്പോർട്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിക് ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് അല്ലെ. എന്തായാലും നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ഫീച്ചേഴ്സ് തന്നെ ആയിക്കോട്ടെ, കാരണം അതൊരു എസ്സേ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഈ ഒരു സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്നുള്ള ഭാഗത്തിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക് ഫീച്ചേഴ്സ്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേക തരം സവിശേഷതകൾ എന്താണ്. മെയിൻ ഐഡിയൽ സോവറിറ്റി, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ and parliamentary form of government, fundamental rights and duties, and then rights to freedom and article. ഓരോ ആർട്ടിക്കിളും വ്യക്തമായിട്ട് കൊടുത്തു, ഓരോ ആർട്ടിക്കിളും എന്തൊക്കെയാണ്, എവിടേക്കാണ്, എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, എന്തൊക്കെ റൈറ്റ്സ് ആണ്, എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് ഉള്ളതെന്നൊക്കെ എന്താണ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതെ, റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾസ് 9 to 20 and article clause 9 to 20 and 21 and 14 to 18 article. റൈറ്റ്സ് ഓഫ് ഈക്വാലിറ്റി എന്നുള്ള ആർട്ടിക്കിൾ വരുന്നത് 14 to 18 ആർട്ടിക്കിളിലാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക് ഫീച്ചേഴ്സ് എസ്സേ ആണെന്ന് വെച്ച് പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് അതിൽ വരുന്നത് മെയിൻ ഐഡിയൽസ് ആൻഡ് സോവറിറ്റി ആണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ ഡിക്ലെയർ ദാറ്റ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് അഡോപ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ as they are to once to there are custodian of republic. Indian citizens are the real force of whom power of vested in Indian state free from ഫോറിൻ ഡോമിനേഷൻ. ഇന്ത്യൻ സ്റ്റേറ്റ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, കൺട്രി എന്താണ്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഫ്രീഡം നേടി ഇന്ത്യ ഫ്രീഡം രാജ്യമായി, ഫ്രീഡം കൺട്രിയായി മാറിയതിനാൽ നമുക്ക് സോവറിറ്റി, നമ്മുടെ സ്വാതന്ത്ര്യം, സോവറിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്ട്രെങ്ത്, ശക്തി നമുക്കുണ്ട് എന്നാണ് ആ ഒരു പറയുന്നത്. എന്താണ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ? Socialist secular is in 1976, though the 42 amendment of constitution, the preamble of the constitution, the term socialist and secular, the item was incorrupted. Socialist in traditional sense meant that the means of production were owned by the state and would be make an effort of equal distribution of wealth. Socialism in the Indian context meant Indian state which ensure minimum standard of living and reduced gap between the rich and the poor. അപ്പോൾ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനും പാവപ്പെട്ടവരുടെ അവകാശ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്തിൽ കൊടുത്തത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്ത വേറൊരു ആർട്ടിക്കിൾ ആണ് എന്ത്, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ആർട്ടിക്കിൾ. ഓക്കെ, ഇതിൽ സെക്യുലർ സ്റ്റേറ്റ്മെന്റ്, ഒരു സെക്യുലർ സ്റ്റേറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാല്, സ്റ്റേറ്റ് ഹാവിംഗ് നോ റിലീജിയൻ ഓഫ് ഇറ്റ്സ് ഓൺ. ഒരു സ്റ്റേറ്റിന് വേണ്ടി മാത്രം റിലീജിയൻ ഇല്ല. എക്സാമ്പിൾ കർണാടക, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംസ്ഥാനം, നമുക്ക് ഇഷ്ടംപോലെ സംസ്ഥാനങ്ങളുണ്ട് അല്ലെ. അതിൽ കർണാടക, തമിഴ്നാട്, കേരളം, ഇഷ്ടംപോലെ സംസ്ഥാനങ്ങളുണ്ട്. അതിൽ നമ്മുടെ എക്സാമ്പിൾ എടുക്കാം കേരളം, അല്ലെങ്കിൽ കേരളം എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ തമിഴ്നാടോ കർണാടക ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എടുക്കുക. എക്സാമ്പിൾ കേരളം എടുത്താൽ കേരളത്തിന് മാത്രമായിട്ടൊരു മതമുണ്ടോ? ഇല്ല. കർണാടകത്തിന് മാത്രമായിട്ടൊരു മതമുണ്ടോ? ഇല്ല. തമിഴ്നാടിന് മാത്രമായിട്ടൊരു മതമുണ്ടോ? ഇല്ല. അപ്പൊ സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ട് എന്തില്ല, സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ട് ഒരു മതം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ്, സ്റ്റേറ്റ് നോട്ട് ഗിവിംഗ് എ preferential treatment of followers the deficient, state not practice the discrimination against the person to account of their faith, state providing equal opportunity to employment of government established people of all. അതായത് സ്റ്റേറ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ല, വർണ്ണ വിവേചനം ഇല്ല, വർഗ വിവേചനം ഇല്ല, എല്ലാവരും ഒരുപോലെയാണ് ഓരോ സ്റ്റേറ്റിലും. നെക്സ്റ്റ്, ഓപ്പർച്യൂണിറ്റി എംപ്ലോയ്മെന്റ്, അതായത് തൊഴിലവസരവും എല്ലാ സ്റ്റേറ്റിലും എല്ലാവരും. നമ്മുടെ സിവിൽ എന്നൊക്കെ പറയൂലേ, നമ്മുടെ എംപ്ലോയ്മെന്റ് ഓഫീസ് ഉള്ളത് എവിടെയാ? സിവില. നമ്മുടെ കേരളത്തില് ഒരു ചെറിയ സ്ഥലമായ കോഴിക്കോട്, തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത്, നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം, അവിടെയുള്ള ചെറിയൊരു ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോട് ജില്ലേന്റെ എംപ്ലോയ്മെന്റ് വരുന്നത് സിവിലാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് തൊഴിലവസരത്തിലും നമ്മളെ എംപ്ലോയ്മെന്റ് തൊഴിലവസര കാർഡൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അത് ഓരോരോ ജില്ലയിലും ഓരോരോ എംപ്ലോയ്മെന്റ് സെന്റർ ഉണ്ടാവും അല്ലെ.
എംപ്ലോയ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അതായത് അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്തിലുള്ളത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. അല്ലാതെ പ്രത്യേക മതവിഭാഗക്കാർക്ക് ഇങ്ങനെ, പ്രത്യേക മതവിഭാഗക്കാർക്ക് ഇവിടെ പോകണം അങ്ങനെയൊന്നുമില്ല. റിലീജിയൻ ഓറിയന്റഡേ അല്ല, അത് എല്ലാ തരം മതങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും ഒക്കെ എന്താണ് ഇഷ്ടം പോലെ മതങ്ങളല്ലേ. ഇന്ന മതം മാത്രം ഇന്ന സംസ്ഥാനത്ത് നിന്നുള്ളൊരു നിയമം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. ദെൻ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് മേക്കിംഗ് ആണ് മിസ്. ആ മേക്കിംഗ് ഇൻക്ലൂഡഡ് ആണ്, അതിനൊരു എസ്സേയും കൂടിയാണ് മിസ് ചെയ്യുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സിന്റെ ഓരോ പോയിന്റ് ആണ് മിസ് പറയുന്നത്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. നെക്സ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, നമ്മുടെ അടിസ്ഥാന അവകാശങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് റൈറ്റ്സ് ഈക്വാലിറ്റി എന്താണ്, സമത്വത്തിനുള്ള അവകാശം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആർട്ടിക്കിൾ 1 the first clause 1 says state is prohibited of discriminate between citizens ground of religion, race, caste and place birth and if any of, അതായത് ജനിച്ച പ്ലേസ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലത്തിന്റെ പേരിലോ കാസ്റ്റിന്റെ പേരിലോ റേസിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ ഒരു ആരെയും വേർതിരിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 15 ക്ലോസ് 2 discrimination by the state and civilization with regard to access shop, public restaurant and hotel places and public entertainment, use of wells, tank, bathing goods and roads of place and public resort maintained wholly to party of state funds and dedicate the use of general public of prohibited. അതായത് എന്താണ് പറഞ്ഞത്, ഡിസ്ക്രിമിനേഷൻ ബൈ ദ സ്റ്റേറ്റ് ഇൻ റിലേഷൻ വിത്ത് റിഗാർഡ് ആക്സസ് ഷോപ്പ്, അത് എവിടെയും വർണ്ണ വിവേചനം എവിടെയും പാടില്ല. വർഗ വിവേചനം കാസ്റ്റിന്റെ പേരിലോ റേസിന്റെ പേരിലോ റിലീജിയന്റെ പേരിലോ ആരെയും തരംതിരിക്കാൻ പാടില്ല. അത് എവിടെയാണെങ്കിൽ എന്ത് റോഡിലൂടെ നടക്കുകയാണെങ്കിൽ എന്തോ ഒരു സിറ്റിസൺസിന് എന്തൊക്കെ ഫ്രീഡം ഉണ്ടോ അതിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ അകറ്റി നിർത്താൻ പാടില്ല എന്നാണ് ആ ഒരു നിയമത്തിൽ പറയുന്നത്. ആർട്ടിക്കിൾ 16 ടോക്സ് അബൌട്ട് ഈക്വാലിറ്റി, അവിടെ ഈക്വാലിറ്റി ഓപ്പർച്യൂണിറ്റി എംപ്ലോയ്മെന്റ് ആൻഡ് പബ്ലിക് എംപ്ലോയ്മെന്റ് വിച്ച് എക്സ്പ്ലെയിൻ ദ സിറ്റിസൺ ഷാൽ ബി ഡിസ്ക്രൈബ്, അതായത് വർഗം ജാതിയുടെ മതത്തിന്റെ പേരിൽ ആരെയും ഒറ്റപ്പെടുത്താനോ ആരെയും വേർതിരിക്കാനോ പാടില്ല. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 to 22. ആർട്ടിക്കിൾ 19 to 22 പറയുന്നത് എന്താണ്, റൈറ്റ് ടു ഫ്രീഡംസ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതായത് ഫ്രീഡം ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻ, സിറ്റിസൺ ടു ഹാവ് റൈറ്റ് ടു ഫ്രീഡം ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരിക്കാനും പ്രസംഗിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം അല്ലെ. 19 to 23 ആൻഡ് പീസ്ഫുൾ അസംബ്ലി വിത്തൗട്ട് ആംസ്, unionization of forming association, free movement of freedom, settle anywhere within a country. The ground of restriction for freedom to speech expression is security of state, friendly relation with foreign state, public order and tendency of morality, concept of court, incitement of offense and the incitement of offense and sovereignty on India of India. ഇതെല്ലാം ആർട്ടിക്കിൾ 22. നെക്സ്റ്റ് ആർട്ടിക്കിൾ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് എന്തിനുള്ള അധികാരം, ചൂഷണത്തിന് വിധേയാകാതിരിക്കാനുള്ള അവകാശം, അതായത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം പറഞ്ഞത് ആർട്ടിക്കിൾ 23 to 24. റൈറ്റ്സ് ടു ഫ്രീഡം ടു റിലീജിയൻ, ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 to 28. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, നമുക്ക് സാംസ്കാരികവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 29 to 30. ആർട്ടിക്കിൾ 29 റൈറ്റ് ടു സെക്ഷൻ സിറ്റിസൺ കൺസെപ്റ്റ് ഓൺ ലാംഗ്വേജ്, ഏത് ഭാഷ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 13 റൈറ്റ് ടു റിലീജിയസ്, ഏത് മതം വിശ്വസിക്കാൻ ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 30 റൈറ്റ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നോട്ട് ടു ബി ഡിസ്ക്രിമിനേറ്റഡ് മാറ്റേഴ്സ്, അതായത് ആർട്ടിക്കിൾ 13. And Article 29 right to citizen not be denied administration any matter state. Article 29 the word minority has not been defined in the constitution but it used to wide sense before. And right to constitutional remedies Article 32. Fundamental duties in 1976 ആർട്ടിക്കിൾ എന്തിലാണ്, ആർട്ടിക്കിൾ 51 ഫണ്ടമെന്റൽ ഡ്യൂട്ടി അടിസ്ഥാന അവകാശങ്ങളെ പറ്റി പറഞ്ഞത്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസി, ഡയറക്റ്റീവ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ആർട്ടിക്കിൾ 41. നെക്സ്റ്റ് ഫെഡറലിസം, അഡൾട്ട് ഫ്രാഞ്ചൈസ്, ജുഡീഷ്യറി, പോളിസി ഓഫ് പോസിറ്റീവ്
discrimination, federalism, okay, federalism and adult franchise and judiciary policy and positive discrimination ഒക്കെ പറഞ്ഞത് Indian state freedom. Indian state is federal, its nature and sense of the power are distributed between the union and the states. Next, universal adult franchise, independent judiciary. Next, judicial review, rigid flexible document, positive discrimination. ഇതെല്ലാം നമ്മുടെ ആർട്ടിക്കിൾ. അപ്പോൾ ഈ ഒരു എസ്സേ, ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള എസ്സേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര ഉണ്ട്? ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മള് ഡിസ്കസ് ചെയ്തത് വലിയൊരു എസ്സേ അപ്പൊ ഡിസ്കസ് ചെയ്തത് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ്, അതിനുള്ള ഓരോ ആർട്ടിക്കിളും എന്തൊക്കെ പറഞ്ഞതൊക്കെ നമ്മളിപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ പറ്റിയും എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഭാഗം നെഹ്റു റിപ്പോർട്ട്. എന്താണ് നെഹ്റു റിപ്പോർട്ടിൽ പറഞ്ഞത്? നെഹ്റു റിപ്പോർട്ട് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ some committee headed by Motilal Nehru. The colonial government doubted capabilities of India. Leaders, they would not able to produce the document. However, document produced by subcommittee of constitution for this purpose, it was further approved by all party conference in August. Okay, appo Nehru report avതരിപ്പിച്ചു. The Karachi Revolution. എന്താണ് the Karachi Resolution? The Karachi drafting the Karachi Resolution has been credited the Pandit Jawaharlal Nehru in March 1931. Okay, the Congress Convention of the Karachi adopted the resolution to economic and social changes and fundamental rights. ഇതിലാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറഞ്ഞത്. Some fundamental rights, it was Declaration of Rights and Humanities and Socialist Manifesto. ഡിസ്കസ് ചെയ്യുന്നത് കറാച്ചി റവല്യൂഷനിലാണ്. ഡയറക്റ്റ് അക്കാദമിക് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ പറയുന്നത് കറാച്ചി. ദ സപ്രോ റിപ്പോർട്ട്. എന്താണ് സപ്രോ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? ദ സപ്രോ റിപ്പോർട്ട് പബ്ലിഷ് ഇൻ 1945 സപ്രോ റിപ്പോർട്ട്. ഇറ്റ് ഈസ് dictated by communal tension and conflict around this time, concerned itself mainly with the problems of minority fears overshadowed the political sense. By this time, it had become clear that India would achieve its independence in the near future, and minority had to be assured about the security. Okay, this is the constitution of Sapro report in 1945, and Karachi resolution is 1931. നെഹ്റു റിപ്പോർട്ട്, ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പറഞ്ഞ നെഹ്റു റിപ്പോർട്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ എസ്സേ മറന്നു പോകരുത്. ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് ഇമ്പോർട്ടന്റ് എസ്സേ, ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ ഈക്വാലിറ്റി, ഓരോ ആർട്ടിക്കിളും മിസ് ഇവിടെ കറക്റ്റ് ആയിട്ട് വിശദമായിട്ട് മിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഒരു 35ഓളം ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഓരോ ആർട്ടിക്കിൾ പറയുന്നതൊക്കെ എസ്സേ ബേസിലാണ്. ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ എസ്സേയിലാണ് നമുക്കത് ചെയ്യേണ്ടത്. കറക്റ്റ് ആയിട്ട് അത് എഴുതാൻ ശ്രമിക്കുക. ദെൻ ബേസിക് ഫീച്ചേഴ്സ് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ദെൻ സപ്രോ റിപ്പോർട്ടും, ആൻഡ് ഇത് ചെറിയ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ വരും. നെഹ്റു റിപ്പോർട്ടും സപ്രോ റിപ്പോർട്ടും ജസ്റ്റ് 6 മാർക്കിന്റെ ചോദ്യമാണ് വരെ. മറ്റേത് 12 മാർക്കിന്റെ എസ്സേ ആണ്. ഇതിന്റെ മെയിൻ എസ്സേ ദ ഫീച്ചേഴ്സ് ഓഫ് Indian Constitution. Okay, written by Ambedkar. Okay.